ഹലോ ഗൈസ്, അപ്പം ഞങ്ങളിതാ ഇപ്പോൾ ഉള്ളത് അർത്തുങ്കൽ പള്ളിയിലാണ് കേട്ടോ. ഇത് നല്ല ലോകപ്രശസ്തമായിട്ടുള്ള പള്ളിയാണ്. ഞങ്ങൾ രണ്ടാമത് കയറിയ പള്ളി 500 വർഷം പഴക്കമുള്ളതാണ് കേട്ടോ. പിന്നെ ഇതാ ഞങ്ങൾ അർത്തുങ്കൽ പള്ളിയിൽ കയറി. അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഒരു കപ്പൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ പള്ളിപ്പെരുന്നാളാണ് കേട്ടോ. അതാണ് കുറ്റം, ഇത്തിരി കൂടുതൽ ജനക്കൂട്ടങ്ങൾ. അല്ലെങ്കിൽ ഇവിടെ ജനക്കൂട്ടമാണ്, എന്നാലും അതിന് ഇരട്ടിയായിരുന്നു. പിന്നെ ഞങ്ങൾ കപ്പലിൽ കയറി നോക്കിയപ്പോൾ നല്ല അടിപൊളി കാഴ്ചകൾ. ഞങ്ങൾ സ്റ്റെപ്പിൽ കയറി കപ്പലിൽ കയറി. അവിടെ എനിക്ക് കുറേ കൽരൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടി എനിക്ക് കാണിക്കാനായിട്ട് പറ്റില്ല, കാരണം അപ്പം തന്നെ ഞങ്ങൾ പോയായിരുന്നു. വേറെ കുറേ സംഭവങ്ങൾ കാണുന്നത് ഇതുപോലത്തെ പക്ഷികൾ, ഈശോയുടെ രൂപങ്ങൾ, അങ്ങനെ തിരുസ്വരൂപമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വണങ്ങിയിട്ട് ഈശോനെ വണങ്ങിയിട്ട് ഞങ്ങൾ പോയി. തിരിച്ച് പോയത് ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കുക. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അടിമ നേർച്ചയാണ്. അവിടെ മുഴുപ്പക്ഷരത്തിൽ എഴുതി വെച്ചിട്ടില്ലേ. ആദ്യം ഞങ്ങളത് കണ്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ പള്ളിയുടെ ഉള്ളിൽ കയറി. പള്ളിയുടെ ഉള്ളിൽ ഒരുപാട് രൂപങ്ങളുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടുള്ള കയറണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈമല്ല, സെക്കൻഡ് കുറച്ച് വർഷം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ വന്നപ്പോൾ ഞങ്ങൾ പള്ളിയുടെ ഉള്ളിൽ കയറിയില്ലായിരുന്നു. ഞങ്ങൾ വേറെ കുറച്ച് സിറ്റുവേഷൻസിലൊക്കെ അത് പോയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഒരുപാട് രൂപങ്ങളുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ എൻ്റെ അമ്മച്ചി, ഇതാണ് എൻ്റെ അമ്മ. അവർ നല്ല മുട്ടുകുത്തി ഭയങ്കര പ്രാർത്ഥനയിലാണ്. പിന്നെ ഇതാണ് എൻ്റെ അമ്മയുടെ തലമുടിയൊക്കെ കണ്ട് ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ച് അമ്മയുടെ തലമുടി ഷോക്കായിരുന്നു, അന്നയുടെ തലമുടി ഷോക്കായിരുന്നു, എൻ്റെ തലമുടി വൺ ഷോക്കായിരുന്നു. അന്നയുടെ പിന്നെ ഇത്തിരിയെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബൈ പറഞ്ഞിട്ട് പോകാൻ നിർത്തും. ഇങ്ങനെ അമ്മ വീണ്ടും പറ്റി ഇവിടെ കയറി വണങ്ങാൻ സമയം പോയി. ഞങ്ങൾ പിന്നെ ഔസേപിതാവിനെ വണങ്ങി. പിന്നെ ഞങ്ങൾ സെബാസ്റ്റിനെ വണങ്ങി. അങ്ങനെ അവിടെ നിന്നൊക്കെ വണങ്ങിയിട്ട് ഇത് നല്ല തിരുസ്വരൂപങ്ങളാണ്. ഇത് ഭയങ്കര ലോക പ്രശസ്തമാണ്. പിന്നെ ഞങ്ങൾ പോയത് രണ്ടാമത്തെ ഒരു പള്ളിയിലേക്കായിരുന്നു. ഞങ്ങൾ കുടുങ്ങിപ്പോയി അവിടെ, അതാണ് വെറുതെ കാണിച്ചത്. ഇത് കല്ല് രൂപം കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര അതിശയമാണ് ഇതൊക്കെ. പിന്നെ രണ്ടാമത്തെ പള്ളി കയറി. ഇതിലൊരു രൂപ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. ഇവിടെ ഈശോയുടെ ഉടുപ്പ് കിടിപ്പിച്ചേക്കുന്നതാണ്. പിന്നെ ഇത് ഇവിടെയാണ്. ഇതല്ലാട്ടോ എന്നെ അതിശയിപ്പിച്ചത്. സത്യം പറഞ്ഞാൽ ഇതൊന്നും ഞാൻ കാണിച്ചത് ഇതാണ് കേട്ടോ. ഇത് 500 വർഷം പഴക്കമുള്ള പള്ളിയാണ്. ഇവിടെ കുറേ മലകൾ. ഞാൻ ആദ്യം ഓർത്ത് കൊന്തയാണെന്നാണ്. പിന്നെ നോക്കിയപ്പോഴാണ് ശബരിമലയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് സംഭവമാണ്. ഇത് അവരുടെ അടിമ നിയോഗിച്ചതാണ് കേട്ടോ. ക്രിസ്ത്യൻസിലേക്ക് തിരിഞ്ഞപ്പോൾ അടിമ നിയോഗിച്ചതാണ്. പിന്നെ ഈശോയുടെയും അഴുകിക്കെടുക്കുന്നത് മോഡൽ ഇത് വെച്ചേക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടുമ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇത് ചെയ്തിട്ട് ഫുള്ള് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഇതമ്മ എനിക്ക് സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ ജീവചരിത്രം പറഞ്ഞു തന്നാണ് കേട്ടോ. പിന്നെ കുറച്ച് പോയപ്പോൾ ഇവിടെ മേരി ക്രിസ്മസിൻ്റെ കുറേ വളയങ്ങൾ, പിന്നെ 12 ശ്ലീഹന്മാർ, ഈശോയുള്ള. അപ്പോൾ ഇന്നത്തേക്ക് ഇതിലുള്ള ടാറ്റ, ബൈ ബൈ, സീ യു.